നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇത്തരം വാഹനങ്ങൾ വിദ്യാർത്ഥികളടക്കം പൊതുജനങ്ങൾക്ക് തടസ്സമാകരുതെന്നാണ് ആവശ്യം. പാർളം പഞ്ചായത്ത് 12ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. ചേനം ആലുക്കൽ മൈതാനത്തിന് സമീപം വലിയകത്ത് നജീബ് സാഹിബിന്റെ വസതിയിലായിരുന്നു കൺവെൻഷൻ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പ്രക്ഷോഭത്തിന് തുടക്കമിട്ട യുവമോർച്ച. ഊരകത്ത് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് യുവമോർച്ച പ്രതിഷേധം ശക്തമാക്കിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പിൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇത്തരം വാഹനങ്ങൾ വിദ്യാർത്ഥികളടക്കം പൊതുജനങ്ങൾക്ക് തടസ്സമാകരുതെന്നാണ് ആവശ്യം. ചെറുപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്തരത്തിൽ കസ്റ്റഡിയിലാകുന്ന വാഹനങ്ങൾ നിർത്തിയിടാറുണ്ട്. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിൽ ഗതാഗത തിരക്കേറെയുള്ളതാണ് ഈ പ്രദേശം. ഗതാഗത തടസ്സത്തിനൊപ്പം അപകടങ്ങൾക്കും വാഹനങ്ങൾ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നതിന് ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുപ്പ് ഗവൺമെന്റ് സ്കൂളിന് മുന്നിലും ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണിയാണ്. പൊതുജനങ്ങൾക്ക് ശല്യമാകാത്ത ഇടങ്ങളിലേക്ക് വാഹനങ്ങൾ മാറ്റിയിടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് 12ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. ചേനം ആലുക്കൽ മൈതാനത്തിന് സമീപം വലിയകത്ത് നജീബ് സാഹിബിന്റെ വസതിയിലായിരുന്നു കൺവെൻഷൻ. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന MN ഗോവിന്ദൻ നായരുടെ ഓർമ്മ ദിനത്തിലാണ് കൺവെൻഷൻ നടത്തിയത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയതാണ് നമ്മുടെ കൗൺസിലർ സുബിത. സുബിതയ്ക്ക് വീടുകൾ അറിയാത്തതാണോ? സുപരിചിതമായതാണ് സുബിത. സുബിതയ്ക്ക് എവിടെ ചെന്നാലും ഒരു കസേരയില്ലേ, ഒരു സ്വീകാര്യതയില്ലേ, ഒരു ചായ അനാവശ്യമായി കുടിക്കാത്ത ഉത്തമയായ ഒരു കൗൺസിലറാണ്, മെമ്പറാണ് സുബിത എന്ന് നാട്ടുകാരെല്ലാവരും പറയില്ലേ. ഇവർക്ക് ഈ കൗൺസിൽ പിന്നെ നമ്മുടെ ഷക്കീറുമായി നമ്മളോടൊപ്പം വീടുകളിൽ കയറി ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഇടതുപക്ഷത്തെ മനസ്സിലാകുന്നവർ ഇടതുപക്ഷത്തെ മനസ്സിലാക്കും. ഇടതുപക്ഷത്തെ പൊളിക്കാൻ നടക്കുന്നവരെ അതും ആളുകൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഒരു ചാഞ്ചലിപ്പ് കാണിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ CPI ഇല്ല, CPIM ഇല്ല, NCP ഇല്ല, ഒന്നുമില്ല. ഒന്നേ ഉള്ളൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നമ്മൾ ഒറ്റ പാർട്ടിയാണ്. ഈ കരുത്ത് നമ്മൾക്കുണ്ട്, മനസ്സിലായ? ഈ കരുത്തിനെയാണ് വെല്ലുവിളിക്കുന്നത് പാറയമിനി വെള്ളമൊഴിക്കണത്. മനസ്സിലായ? പാറയമ വെള്ളമൊഴിച്ചാൽ പാറയ്ക്ക് വല്ല കേടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്ത ആ മഹത്തായ പ്രസ്ഥാനത്തെ കോടാലിക്കൈകൾ തകർക്കാൻ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത്. എന്ത് നഷ്ടം വരട്ടെ. CPI ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായ അമ്പിളി പ്രദീപ് അധ്യക്ഷയായി. NCP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത, CPIM ചെയർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, PR വോഗീസ്, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ, TR മീര, CPI നേതാക്കളായ KK ജോബി, PT സണ്ണി, PB ഷാജൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CS സംഗീത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി മിനി വിനയൻ, വാർഡ് സ്ഥാനാർത്ഥി CM ഷക്കീർ, പഞ്ചായത്ത് അംഗം സുബിത സുഭാഷ്, CPI ലോക്കൽ കമ്മിറ്റി അംഗം TM അജേഷ് എന്നിവർ സംസാരിച്ചു. 221 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായി ഷൈജൻ പണിക്കശ്ശേരി, പ്രസിഡന്റ് രജനി ഹരിഹരൻ, ട്രഷറർ KC സലാഹുദ്ദീൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പ്രക്ഷോഭത്തിന് തുടക്കമിട്ട യുവമോർച്ച. ഊരകത്ത് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് യുവമോർച്ച പ്രതിഷേധം ശക്തമാക്കിയത്.
യുവമോർച്ച ചേർപ്പ് മണ്ഡലം സമിതിയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ രംഗത്തെത്തിയത്. പൂച്ചിനിപ്പാടം സെന്ററിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി വിഷ്ണു പൂച്ചിനിപ്പാടം അധ്യക്ഷനായി. ബി.ജെ.പി. ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ, ചേർപ്പ് ഏരിയ പ്രസിഡന്റ് മധു പൂച്ചിനിപ്പാടം, വിപിൻ തിരുവുള്ളക്കാവ്, അശ്വിൻ ജയസൂര്യൻ, കെ.പി. അനീഷ്, എം.എസ്. ആരാധ, സൂരജ്, ജിഷ്ണു, രതീഷ്, ജിതിൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പൂച്ചിനിപ്പാടം സ്വദേശി തളിക്കുളം വീട്ടിൽ ജെറിന്റെ ഭാര്യ സ്നേഹ സ്വകാര്യ ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. തൃശൂരിലേക്ക് പോകുകയായിരുന്ന റീബോൺ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രിക തൽക്ഷണം മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ മുൻപ് നാട്ടുകാർ തന്നെ പലതവണ പ്രതിഷേധമുയർത്തിയിരുന്നു. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് ഇടപെടണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. അതേസമയം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ജില്ലാ കലക്ടർ എന്നിവർക്ക് നിവേദനം സമർപ്പിക്കും. നടപടി ഉണ്ടാകും വരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് യുവമോർച്ചയുടെ തീരുമാനം. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന്റെ ഭാഗമായുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരം. നിരവധി വിശ്വാസികളാണ് കൂടുതുറക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. വൈകിട്ട് 6 മണിക്ക് കപ്പേളയിൽ വിശുദ്ധ കുർബാന, പ്രസൂതേന്തി വാഴ്ച, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് പള്ളിയിലേക്ക് തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവയുമുണ്ടായി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലാണ്. നിലവിലെ സിറ്റിംഗ് സീറ്റാണ് UDFിൻ്റെ. ആ സീറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു പോരാട്ടത്തിൽ തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥിയും. സുപരിചിതമായ വ്യക്തിത്വങ്ങളെ തന്നെയാണ് UDFും ഈ തവണ പടക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. സുജിത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല ഈ നാട്ടുകാർക്ക്. ഈ നാടിൻ്റെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ജനങ്ങളെ ഇതുവരെയും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ അടുത്ത് വീണ്ടും കൂടുതൽ ജനകീയനായിട്ട് എത്തുന്ന ഒരു നിമിഷമാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഞാൻ 2015 19-ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ 2ാം തവണയാണ് എനിക്ക് UDF ഈ വാർഡിൽ മത്സരിക്കാൻ ഒരു അവസരം തന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി മത വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുഴുവൻ സമയവും 24 മണിക്കൂറും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്. എന്നെ ഈ വാർഡിൽ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ വാർഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോൺഗ്രസ് ഈ വാർഡിൽ ജയിച്ചു വരുമ്പോൾ തന്നെ ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ 2015 മെമ്പറായിരുന്നപ്പോൾ 11ഓളം പുതിയ റോഡുകൾ റീടാറിങ് ചെയ്യുകയും അതുപോലെ തന്നെ വിശ്വകർമ്മ റോഡ്, ചിറ്റൂർമന, ബൈലൈൻ തുടങ്ങിയ റോഡുകൾ ടൈലിട്ട് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി റോഡുകൾക്ക് 4-5 റോഡുകൾക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായി കൂടെ നിൽക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു അംഗൻവാടിക്ക് സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന മെമ്പറാണ് ധന്യ സുനിൽ. ഞാൻ തുടർന്ന് കൊണ്ടുപോയിരുന്ന അതേ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ 5 സെൻറ്റ് ഭൂമി അംഗൻവാടിക്ക് വേണ്ടി കൊടുത്ത 5 സെൻറ്റ് ഭൂമിയിൽ പുതിയൊരു അംഗൻവാടി കെട്ടിടം, വളരെ നല്ല രീതിയിൽ മികച്ചൊരു അംഗൻവാടി കെട്ടിടം പണിയാൻ ധന്യ സുനിലിന് കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി റോഡുകൾ, ഈ പ്രദേശത്ത് നിരവധി റോഡുകൾ, കുടിവെള്ള പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് ജനം കൂട്ടായി എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിലവിലെ മെമ്പറായിരുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടി UDFിനെ സംബന്ധിച്ച് ഈ ഒരു വാർഡ് ഹാർട്രിക്കിലേക്ക് പോകാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ്. 3 പ്രാവശ്യവും തുടർച്ചയായി UDF നിലനിർത്തുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു അവകാശവാദത്തിലേക്ക് അണിയറ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും എല്ലാം മുന്നോട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളോടുള്ള സമീപനം, ഇതൊക്കെ വോട്ടായിട്ട് മാറുവാനുള്ളൊരു ഘടകമായി മാറുമോ? തീർച്ചയായിട്ടും
കാരണം 2015 തൊട്ട് 20 വരെ സുജിത്ത് തന്നെയായിരുന്നു ഇവിടെ മെമ്പർ. സുജിത്ത് ചെയ്ത പ്രവർത്തനങ്ങളിൽ തുടർച്ചയായിട്ടാണ് ഞാൻ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് പരമാവധി എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും 19ാം വാർഡിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ജനങ്ങളെല്ലാവരും കണ്ടറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ വോട്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരാണ്. അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള രാവും പകലും ഈ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. എങ്ങനെ ആവേശം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആവേശത്തിലാണ്. സുജിത്തിനെ അറിയാവുന്ന എല്ലാവരും, ഈ 19ാം വാർഡിൽ എല്ലാവർക്കും, അതായത് പഞ്ചായത്ത് മുഴുവൻ എന്ന് പറയാം, എല്ലാവർക്കും സുജിത്തിനെ അറിയാം. ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ട്. ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, കുട്ടികളടക്കം ഞങ്ങളെല്ലാവരും ഉത്സാഹത്തിലാണ്. ഇത്തവണ ഞങ്ങൾക്ക് എല്ലാവരും 19ാം വാർഡ് എല്ലാവരും ഞങ്ങളെ സഹായിക്കും. ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയം തന്നെ ഞങ്ങളെല്ലാവരും സുജിത്തിന് വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ അപേക്ഷ. ഞങ്ങളത് സ്വീകരിക്കുന്നു. എങ്ങനെ ആളുകളുടെയൊക്കെ സമീപനം എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ കയറുമ്പോൾ? നമ്മുടെ വീടുകളിൽ കയറുമ്പോൾ ഇപ്പോൾ സുജിത്ത് നമുക്ക് പരിചിതമാണ്. അല്ല, ഇവിടെ ഒരു 22 വാർഡായിട്ടുണ്ട്. ഇപ്പോൾ ഈ 22 വാർഡുകാർക്കും സുജിത്തിനെ സുപരിചിതനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് 10ാം വാർഡിൽ ഇപ്പോൾ വീണ്ടും സുജിത്ത് വന്നപ്പോൾ വീണ്ടും നല്ല പ്രവർത്തനങ്ങൾ, ഇപ്പം മികച്ച പ്രവർത്തനം തന്നെയാണ്. ഇനി ഹാർട്ട് ട്രാക്കിലേക്ക് പോവോ? ഹാർട്ട് ട്രാക്കിലേക്ക് എന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഉറപ്പിച്ചുകൊണ്ടാണ് സുജിത്തിനെ വീണ്ടും നിർത്തിയേക്കുന്നത്. അങ്ങനെ 100% മറ്റ് ചില വ്യക്തികൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പേടിയിലാണ് നടക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു വമ്പം വിജയമായിരിക്കും. 19ാം വാർഡിൽ അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പ് ഭഗവതിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഈ ഭഗവതിയുടെ വത്സല പുത്രനാണ് അങ്ങ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് ചെറുപ്പ് ഭഗവതിയുടെ ആ ഒരു മകേര മുറിപ്പാടിൻ്റെ അന്ന് ഇവിടെ കൂടുന്ന അതും അവൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എങ്ങനെ ഈ പ്രാവശ്യം ഒരു വമ്പം വിജയമായിരിക്കുമോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത് എല്ലാം ജനത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യവും എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം ജനങ്ങൾ ഉൾക്കൊണ്ട് ഇരിക്കുന്നത് എന്നതും അനുസരിച്ചിട്ടാണ് വോട്ടിൻ്റെ കാര്യം എപ്പോഴും ജനം തീരുമാനിക്കുക. അപ്പോൾ ജനം ഇപ്പോഴേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ സമീപനം കഴിഞ്ഞ 2015-20 വർഷങ്ങളിൽ എൻ്റെ സമീപനം, ജനങ്ങളോടുള്ള സമീപനം അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഒരുപാട് അമ്മമാർ ഇവിടെ ഉണ്ട്, വയോജനങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും എന്നെ തിരഞ്ഞെടുത്താൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊർജ്ജം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കരുതലും കാഴ്ചപ്പാടും. തെരഞ്ഞെടുപ്പ് പടക്കളത്തിൽ പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ഏറ്റവും കൂടുതലുള്ള ഒരു വാർഡ് തന്നെയാണ് 19ാം വാർഡ്. നിലവിലെ സുജിത്ത് 5 വർഷം വാർഡ് മെമ്പറായിരുന്നു. അതിനുശേഷമാണ് ധന്യ സുനിൽ വരുന്നത്. വീണ്ടും ആ ഒരു അവസരം വീണ്ടും സുജിത്തിന് ലഭിക്കുമ്പോൾ പാർട്ടിക്ക് അമിതമായൊരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. 19ാം വാർഡ് കൈവിടില്ല. ഇവിടുത്തെ വോട്ടർമാരെല്ലാം തന്നെ UDFനെ ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പോകുന്നത്. എന്തായാലും സുജിത്ത് വലിയ തിരക്കിലാണ്. ജനങ്ങൾ പരമാവധി ഓട്ടപ്രദർശനത്തിലാണ്. എല്ലാവരെയും ഒന്ന് ഓടി 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ടെല്ലാം കഴിഞ്ഞ് ആളുകളിലേക്ക് എത്തണമെന്ന ഒരു വിശ്വാസത്തിലാണ്. എന്തായാലും ടീം മീഡിയ ഫോറും വലിയൊരു അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് നേരുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം. ജില്ലാ കലോത്സവത്തിൽ വിജയിച്ച ചെർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടന്ന കലോത്സവത്തിൽ 90 കുട്ടികളാണ് സ്കൂളിൽ നിന്ന് പങ്കെടുത്തത്. പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ ട്രോഫി വിതരണം നിർവഹിച്ചു. മലയാളം പദ്യം ചൊല്ലൽ, മലയാളം അക്ഷര ശ്ലോകം, കഥകളി സംഗീതം, മലയാളം കഥാരചന, ഓടക്കുഴൽ വായന, സംസ്കൃതം പ്രശ്നോത്തരി എന്നീ ഇനങ്ങളിലെ മത്സരിച്ച കുട്ടികൾ സംസ്ഥാനതല കലോത്സവത്തിന് അർഹത നേടി. മലയാളം പദ്യം ചൊല്ലൽ, മലയാളം അക്ഷര ശ്ലോകം, കഥകളി സംഗീതം എന്നീ ഇനങ്ങളിൽ P മേധ എന്ന കുട്ടി 1ാം സ്ഥാനം നേടി. AS ദേവനന്ദ മലയാളം കഥാരചനയിലും, മൈഥിലി മനോജ് ഓടക്കുഴൽ വായനയിലും, ആദ്യ P സതീഷ് സംസ്കൃതം പ്രശ്നോത്തരിയിലും 1ാം സ്ഥാനം നേടിയിരുന്നു. UP വിഭാഗം ഭരതനാട്യത്തിൽ AS ശിവനന്ദയാണ് 1ാം സ്ഥാനം നേടിയത്. UP വിഭാഗം തിരുവാതിരക്കളിയിൽ തുടർച്ചയായ 3ാം വർഷമാണ് ചെർപ്പ് CNN ഗേൾസ് സ്കൂൾ താരങ്ങൾ
ഒന്നാം സ്ഥാനം നേടിയത്. ജില്ലാ കലോത്സവത്തിലേക്ക് ഏകദേശം 100ഓളം കുട്ടികൾ, നമ്മളാകെ 15-20 പേരാണ് പോകാറ്. ഈ വർഷം 100 പേര് നമ്മൾ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു. അതിൽ തന്നെ 6 ഇനങ്ങളിൽ നമുക്ക് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടി സ്റ്റേറ്റിലേക്ക് നമ്മൾ പോവാണ്. 6 ഇനങ്ങളിൽ 4 കുട്ടികളാണെങ്കിലും അവർ 6 ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് നമ്മളവർ പറഞ്ഞയക്കുകയാണ്. എന്തായാലും സ്കൂളിന്റെ അഭിമാന പാത്രങ്ങൾ അവരൊക്കെ തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മേധ ഒരു പക്ഷേ കലാതിലകം എന്നൊക്കെയുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ മേധ കലാതിലക വേണ്ട കുട്ടിയാണെങ്കിൽ 3 ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടാന്ന് വെച്ചാൽ മികച്ച വിജയമാണ്. ഒരു മേധയ്ക്കും അതുപോലെ മറ്റ് കുട്ടികളും നമ്മുടെ UP-യിൽ നമ്മൾ തിരുവാതിര ഫസ്റ്റ് A ഗ്രേഡ് ആണ്. പക്ഷെ ഹൈസ്കൂളിൽ എത്തുമ്പോൾ നമുക്കത് എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ വർഷം നമ്മൾ നോക്കിയപ്പോൾ 3-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ല. നമ്മളൊരു ചിരകാല അഭിലാഷമാണ് ഒരു ഗ്രൂപ്പിനും നമുക്ക് സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളത്. അത് ഈ വർഷം നടന്നിട്ടില്ല. എന്തായാലും വരും വർഷങ്ങളിൽ നമുക്ക് അതിലൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ വിജയികൾക്ക് അനുമോദനം. സ്കൂളിലെ ജില്ലാ ഉപജില്ലാ കലോത്സവ വിജയികളെയാണ് അനുമോദിച്ചത്. വലപ്പാട് AO KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ KC പ്രകാശൻ മുഖ്യാതിഥിയായി. എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം PTA പ്രസിഡന്റുമാരായ തുടങ്ങിയവർ സംബന്ധിച്ചു. AV പ്രദീപ് ലാൽ, MD സുരേഷ് കുമാർ, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, അധ്യാപകരായ KR ഗിരീഷ്, PT നിഷ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ശാസ്ത്രമേള, സ്പോർട്സ്, ഗെയിംസ് എന്നിവയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ചന്ദ്രാപിന്നി 17-ാം കല്ല് ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിൽ മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് ഷഷ്ഠി മഹോത്സവത്തിൽ പങ്കെടുത്തത്. രാവിലെ ക്ഷേത്രാങ്കണം വർണ്ണാഭമാക്കി കാവടിയാട്ടം നടന്നു. തുടർന്ന് വൈകിട്ട് നടന്ന പകൽപൂരം ഭക്തിസാന്ദ്രമായി. ബ്രാഹ്മണ വീട്ടിൽ ഗോവിന്ദൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി ഹരിശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ അനീഷ് മഠത്തിൽ, ചന്ദ്രൻ ഇല്ലത്ത്, ദിനേശ് മാരാത്ത് എന്നിവർ ഷഷ്ഠി ആഘോഷത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലത്ത് നിരോധിത വലകൾ ഉപയോഗിച്ച് കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്താണ് കരയോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടന്നത്. എറണാകുളം മുനമ്പം സ്വദേശി ശശി, കുഞ്ഞിത്തൈ വലിയാറ വീട്ടിൽ ചാർലി മെന്റസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ട്രൈറ്റൺ, എലോഹിക എന്നീ പേരുകളിലുള്ള ബോട്ടുകളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനയ്ക്കക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്തു. ലേലത്തിൽ ലഭിച്ച 3,42,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ അഡ്ജുഡിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി. ട്രൈട്രോൺ ബോട്ട് ഉടമ 2.5 ലക്ഷം രൂപയും എലോഹിക ബോട്ടുടമ 5 ലക്ഷം രൂപയും പിഴ ഒടുക്കി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്നുള്ള മത്സ്യബന്ധനം, കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിക്കൽ, ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മത്സ്യബന്ധനം നടത്തൽ എന്നിവയ്ക്കാണ് പിഴ. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, FEO അശ്വിൻ രാജ്, മെക്കാനിക്മാരായ കൃഷ്ണകുമാർ, മനോജ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡ് വർഗീസ് ജിഫിൻ, വിപിൻ യാദവ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. KSEB 110 kV ചേർപ്പ് സബ്സ്റ്റേഷനിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ചേർപ്പ് സബ്സ്റ്റേഷനിൽ നിന്നുള്ള കരുവന്നൂർ, അമ്മാടം, ചൊവ്വൂർ, ചേനം, ഊരകം, ചേർപ്പ് എന്നീ 11 kV ഫീഡറുകളുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
നടപ്പിൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇത്തരം വാഹനങ്ങൾ വിദ്യാർത്ഥികളടക്കം പൊതുജനങ്ങൾക്ക് തടസ്സമാകരുതെന്നാണ് ആവശ്യം. പഞ്ചായത്ത് 12ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. ചേനം ആലുക്കൽ മൈതാനത്തിന് സമീപം വലിയകത്ത് നജീബ് സാഹിബിന്റെ വസതിയിലായിരുന്നു കൺവെൻഷൻ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ പ്രക്ഷോഭത്തിന് തുടക്കമിട്ട് യുവമോർച്ച. ഊരകത്ത് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് യുവമോർച്ച പ്രതിഷേധം ശക്തമാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.